ശരൺ എത്തുന്നുണ്ട്. ശരണാണ് കൂടുതൽ വിവരങ്ങൾ ഇഡിയുടെ ഉദ്യോഗസ്ഥരിൽ നിന്ന് ശേഖരിച്ചപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ശരൺ, ഇഡിയുടെ നീക്കം വളരെ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ഓപ്പറേഷനാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ പത്തനംതിട്ടയിൽ 3-4 ദിവസങ്ങൾക്ക് മുമ്പ് ഇഡി എത്തി എന്നുള്ളൊരു വിവരം നമുക്ക് ലഭിച്ചിരുന്നു. അത് പത്തനംതിട്ടയിൽ പത്മകുമാറിന്റെ അക്കൗണ്ടുള്ള ബാങ്കുകളിലെത്തിയാണ് ഇഡി അപ്പോൾ പരിശോധന നടത്തിയത്. സമാനമായ പരിശോധന മുരാരി ബാബുവിന്റെ കാര്യത്തിലും സംഭവിച്ചു എന്നുള്ളൊരു വിവരം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. വാസുവിന്റെ സാമ്പത്തിക ഇടപാടുകളും പരിശോധിച്ചു. അതായത് ഇഡി ECIR രജിസ്റ്റർ ചെയ്തതിന് ശേഷം വെറുതെ ഇരിക്കുകയായിരുന്നില്ല ചെയ്തത്. പകരം ECIRൽ പ്രതികളായ SITയുടെ പ്രതിപ്പട്ടികയിലുള്ള മുഴുവൻ ആളുകളുടെയും സാമ്പത്തിക വിവരങ്ങൾ ശേഖരിച്ചതിന് ശേഷമാണ് ഇപ്പോൾ 21 ഇടങ്ങളിൽ റെയ്ഡ് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. അതിലേറ്റവും നിർണായകമായത് ഇതിൽ വളരെ സംശയകരമായ ചില ഇടപാടുകൾ നടന്നു. ഇടപാടുകൾ സംബന്ധിച്ച് സംശയകരവും അസ്വസ്ഥജനകവുമായ സാഹചര്യങ്ങളുണ്ട് എന്നുള്ളത് ഇഡിക്ക് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇഡിയുടെ നിർണായകമായ നീക്കം. ഈ നീക്കത്തിലൂടെ ഏതൊക്കെ ഇടപാടുകൾ ഇവർ നടത്തി, 2019 ശേഷം പ്രത്യേകിച്ച് നടത്തിയ ഇടപാടുകൾ, ഇതൊക്കെ ഇപ്പോൾ പരിശോധിക്കും. മറ്റു ബിനാമി ഇടപാടുകളടക്കം ഇപ്പോൾ ഇഡിയുടെ അന്വേഷണ റഡാറിലുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ശരൺ, വളരെ കൃത്യമായി തയ്യാറെടുപ്പ് നടത്തിയുള്ള ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്തതിന് ശേഷമുള്ള പരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നത്. ഇപ്പോൾ പരിശോധനയിൽ 100-ലധികം ഉദ്യോഗസ്ഥർ 4 പ്രധാനപ്പെട്ട യൂണിറ്റുകളായി തിരിഞ്ഞ് 3 സംസ്ഥാനങ്ങളിൽ 21 ഇടങ്ങളിലായി റെയ്ഡ് നടക്കുന്നു. അതല്ലേ ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം, ശരൺ? അരുൺകുമാർ, അതായത് ECI രജിസ്റ്റർ ചെയ്യുന്നതിന് പിന്നാലെ ഇഡിയെ സംബന്ധിച്ച് ചില പരിശോധനകളിലേക്ക് കടക്കേണ്ടതുണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളൊക്കെ തന്നെ ശേഖരിച്ച് പരിശോധിക്കുക എന്നുള്ളതാണ്. ഈ പ്രതികളുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളൊക്കെ തന്നെ ശേഖരിച്ച് പരിശോധിച്ചു. അപ്പോൾ വലിയ സംശയങ്ങൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ഉണ്ടായിരുന്നതാണ്. അതിന് പിന്നാലെയാണ് അവർ റെയ്ഡിന് ഒരുങ്ങുകയും ചെയ്തിരുന്നത്. അതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് 4 യൂണിറ്റുകൾ, അതായത് കേരളത്തിൽ 2 യൂണിറ്റുകളാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനുള്ളത്. ഒരു കൊച്ചി യൂണിറ്റും ഒപ്പം തന്നെ കോഴിക്കോട് യൂണിറ്റും. ഈ 2 യൂണിറ്റുകൾക്ക് പുറമെ ബംഗളൂരു, ചെന്നൈ യൂണിറ്റിലെ ഉദ്യോഗസ്ഥർ കൂടി സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ടെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെയാണ് അവർ വിമാനമാർഗം ഇവിടേക്ക് എത്തിയിരുന്നത്. അതിനുശേഷം കൃത്യമായി തന്നെ ഏതൊക്കെ സ്ഥലങ്ങളിലാണോ റെയ്ഡ് നടത്തേണ്ടത് അവിടെയൊക്കെ തന്നെ ക്യാമ്പ് ചെയ്തിരുന്നു എന്നുള്ളത് കൂടിയാണ്. ഇന്നലെ രാത്രി തന്നെ അവർ ക്യാമ്പ് ചെയ്യുകയും അതിനുശേഷമാണ് ഇന്ന് രാവിലെ 7 മണിയോടുകൂടി റെയ്ഡിലേക്ക് പോവുകയും ചെയ്തിരിക്കുന്നത്. ഇഡിയെ സംബന്ധിച്ച് ഈ റെയ്ഡ് നടത്തി പരമാവധി വിവരങ്ങൾ പിടിച്ചെടുക്കേണ്ടതുണ്ടെന്നുള്ളതാണ്. എങ്കിൽ മാത്രമേ പ്രതികളുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടാനുള്ള നടപടികളിലേക്ക് കടക്കാൻ കഴിയുള്ളൂ. എന്തായാലും ഇപ്പോൾ അവർ പ്രധാനമായും പരിശോധിക്കുന്നത് ആസ്തി വിവരങ്ങളൊപ്പം തന്നെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളൊക്കെ തന്നെയാണ്. ഒപ്പം തന്നെ അവിടെയുള്ള ബന്ധുക്കളുണ്ടെങ്കിൽ അവരിൽ നിന്നൊക്കെ മൊഴിയെടുത്തുകൊണ്ടുള്ള ഒരു റെയ്ഡുമായിട്ടാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മുന്നോട്ട് പോവുക. അങ്ങനെ ഈ ആസ്തി വിവരങ്ങളൊക്കെ തന്നെ പരിശോധിച്ച ശേഷമായിരിക്കും ഈ പ്രതികൾക്ക് നോട്ടീസ് നൽകാനുള്ള നീക്കത്തിലേക്കും ഇഡി കടക്കുക. പ്രധാനമായും ഈ സ്വർണം പോയ വഴിയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പ്രധാനമായും പരിശോധിക്കുന്നത്. ശബരിമലയിൽ നിന്ന് മോഷ്ടിച്ച സ്വർണം, കവർന്ന സ്വർണം അത് കൊണ്ടുപോയി വിൽക്കുകയായിരുന്നു. അത് പ്രധാനമായും കേരളത്തിന് പുറത്തെത്തിച്ച് വിൽക്കുകയായിരുന്നു. അങ്ങനെ അതിലൂടെ കുറേ ആളുകൾക്ക് ഗുണമുണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ പണം എവിടേക്കാണ് പോയെന്നുള്ളത് പ്രൊസീഡ്സ് ഓഫ് ക്രൈമാണ് പ്രധാനമായും ഇഡി പരിശോധിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ആസ്തി വിവരങ്ങളൊക്കെ തന്നെ പരിശോധിച്ച് മുന്നോട്ട് പോകുന്നത്. അങ്ങനെ ആസ്തി വിവരങ്ങൾ പരിശോധിക്കുമ്പോൾ അതിൽ ഏതെങ്കിലും വിധത്തിൽ ദുരൂഹത കാണുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണെന്നുണ്ടെങ്കിലും എൻ വാസു ആണെന്നുണ്ടെങ്കിലും പത്മകുമാർ അടക്കമുള്ള ആളുകളാണെന്നുണ്ടെങ്കിലും അവരുടെ ആസ്തി വിവരങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള നോട്ടീസ് ആയിരിക്കും ഇഡി നൽകുക. അങ്ങനെയെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ പ്രതികൾക്ക് ഇഡിയെ ബോധിപ്പിക്കേണ്ടി വരും. ഇങ്ങനെ ഇവിടെ നിന്നുള്ള സമ്പാദിച്ച പണത്തിലാണ് താൻ ഇത്തരത്തിലുള്ള ആസ്തികളൊക്കെ വാങ്ങിയെന്നുള്ള കാര്യം ബോധിപ്പിക്കേണ്ടി വരും. അല്ലാത്ത പക്ഷം സ്വാഭാവികമായിട്ടും കണ്ടുകെട്ടൽ നടപടികളിലേക്ക് പോവുകയും ചെയ്യും. എന്തായാലും ബാങ്ക് അക്കൗണ്ടുകൾ അടക്കം മരവിപ്പിക്കാനുള്ള നീക്കം കൂടിയാണ് ഇഡി നടത്തുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ജയശങ്കർ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ജയശങ്കർ, ഈ റെയ്ഡ് നടക്കുന്നതിൽ ഒരു വീട്ടിൽ മാത്രമേ ഇഡിക്ക് കയറാൻ പറ്റാതായിട്ടുള്ളൂ. അത് പോറ്റിയുടെ പുളിമാത്ത വീട്ടിലാണ് ഇഡി സംഘത്തിന് കയറാൻ പറ്റാതായത്. അവിടെ കയറാൻ പറ്റാതായതിന്റെ കാരണം അവിടെ താമസിച്ചിരുന്നവർ, ഈ പോറ്റിയുടെ ബന്ധുക്കൾ മറ്റു ബന്ധുവീടുകളിലേക്ക് പോയി എന്നാണ് അയൽവാസികൾ പറയുന്നത്. ഇപ്പോഴും 3-4 ഉദ്യോഗസ്ഥരുണ്ട്. അതിലൊന്നൊരു വനിതാ ഉദ്യോഗസ്ഥയാണ്. ഇവരെല്ലാവരും പുറത്തു തന്നെ നിൽക്കുകയാണോ? ഒരേ സമയം 21 ഇടങ്ങളിലെ റെയ്ഡാണ്. പോറ്റിയുടെ വീട്ടിൽ മാത്രം കയറാൻ പറ്റിയിട്ടില്ല. ഡോക്ടർ അരുൺ, ഞാനുള്ളത് ആറന്മുളയിലെ പത്മകുമാറിന്റെ വീടിന് മുമ്പിലാണ്. CPM-ന്റെ
ജില്ലാ കമ്മിറ്റി അംഗമാണ് ഇപ്പോഴും പത്മകുമാർ. ജില്ലയിലെ ഏറ്റവും മുതിർന്ന CPM നേതാവാണ്. അദ്ദേഹത്തിന്റെ വീട്ടിലാണ് ED പരിശോധന നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 7:15 കൂടിയാണ് ED സംഘം പത്മകുമാറിന്റെ വീട്ടിലേക്ക് എത്തിയത്. ഈ സമയത്ത് പത്മകുമാറിന്റെ ഭാര്യയും മക്കളും ഉൾപ്പെടെയുള്ള ആളുകൾ വീട്ടിലുണ്ടായിരുന്നു. അവരോട് ED കാര്യം പറയുകയും വീടിനുള്ളിലേക്ക് കയറുകയുമായിരുന്നു. എന്തായാലും വീടടച്ചുകൊണ്ട് EDയുടെ പരിശോധന പത്മകുമാറിന്റെ വീട്ടിൽ പുരോഗമിക്കുകയാണ്. ഇപ്പോൾ ഏകദേശം 1 മണിക്കൂറോളമായി ED സംഘം പത്മകുമാറിന്റെ വീടിനുള്ളിൽ തുടരുന്നു. ഇവർ ഈ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ ഉൾപ്പെടെ നേരത്തെ ED സംഘം ദിവസം മുമ്പ് ഒരു വിവരം കൂടി ഇപ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരമുണ്ട്. EDയുടെ നീക്കം യഥാർത്ഥത്തിൽ പോറ്റിയുടെ വീട്ടുകാർ അറിഞ്ഞിരുന്നോ എന്നൊരു സംശയമുണ്ട്. കാരണം ഈ പുളിമാത്തെ പോറ്റിയുടെ വീട്ടിൽ 2 ദിവസം മുൻപ് വരെ അമ്മയുണ്ടായിരുന്നു എന്നുള്ളൊരു വിവരം നമുക്കിപ്പോൾ ലഭ്യമാവുന്നുണ്ട്. പല നമ്പറുകളിൽ നിന്നും മാറി മാറി വിളിച്ചിട്ടും ഇവരാരും തന്നെ ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല. എന്ന് പറഞ്ഞാൽ ഇതിൽ ഒളിപ്പിക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിലാണല്ലോ ഇത് ചെയ്യുക. മാത്രമല്ല, നമുക്ക് ലഭിച്ച വിവരമനുസരിച്ച്, നേരത്തെ റോഷിപാലൊക്കെ നൽകിയ വിവരമനുസരിച്ച്, ഹരി നൽകിയ വിവരമനുസരിച്ച്, റഹീസ് നൽകിയ വിവരമനുസരിച്ച് ഇവരുടെയൊക്കെ ഇടപാടുകൾ, റിയൽ എസ്റ്റേറ്റ് ഇടപാടുകൾ കൂടി അന്വേഷണത്തിന്റെ പരിധിയിലുണ്ട്. 2 ദിവസമായി അമ്മ ആ വീട്ടിൽ നിന്ന് മാറിയിട്ട് സഹോദരിയുടെ വീട്ടിലുണ്ടോ, വെഞ്ഞാറമൂട്ടെ സഹോദരിയുടെ വീട്ടിലുണ്ടോ എന്നുള്ളത് കൂടി പരിശോധിക്കുന്നുണ്ട്. അവിടെ നിന്നാണ് താങ്ങുപീഠം കണ്ടെത്തിയത്. ആ ഒരു വിവരം കൂടി നമ്മൾ പ്രേക്ഷകരെ അറിയിക്കുന്നു. പല നമ്പറുകളിൽ നിന്നും ED ഉദ്യോഗസ്ഥർ തുടർച്ചയായിട്ട് മാറി വിളിച്ചിട്ടും കിട്ടുന്നില്ല. നമുക്ക് ഒരിക്കൽ കൂടി പോകാം. നമുക്കിപ്പം ജയശങ്കറുണ്ട്. ജയശങ്കറിന് തുടരാം. ഇപ്പോഴും പത്മകുമാറിന്റെ വീട്ടിലെ റെയ്ഡ് തുടരുകയാണ്. പക്ഷേ പത്മകുമാറിന്റെ വീട്ടിൽ അവിടെ കുടുംബാംഗങ്ങൾ എല്ലാവരും ഉണ്ട്. രാവിലെ 7:15 ED സംഘം പത്മകുമാറിന്റെ ആറന്മുളയിലെ വീട്ടിലേക്ക് എത്തുന്നത്. അവിടെ ഇപ്പോൾ രേഖകൾ പരിശോധിക്കുകയാണ്. നേരത്തെ വിജിലൻസും SITയും ഒക്കെ രേഖകൾ പരിശോധിച്ചിരുന്നു. അതിന്റെ തുടർച്ചയായി ED കൂടി എത്തി ഇപ്പോൾ പരിശോധന തുടരുകയാണ്. അവിടെ സുരക്ഷാ ഉദ്യോഗസ്ഥരുണ്ട്. എനിക്ക് തോന്നുന്നു 3 ഉദ്യോഗസ്ഥരാണ് പത്മകുമാറിന്റെ വീട്ടിലും എത്തിയിരിക്കുന്നത്, അല്ലേ? അതെ ഡോക്ടർ അരുൺ, 3-അംഗ സംഘമാണ് എത്തിയിരിക്കുന്നത്. കേന്ദ്ര സേനയുടെ സുരക്ഷയോട് കൂടിയാണ് ഈ ഒരു പരിശോധന നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ആറന്മുള പോലീസിനെയൊക്കെ നമ്മൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വിളിച്ചു. പക്ഷേ അവരൊക്കെ പറയുന്നത് തങ്ങൾക്ക് ഈ പരിശോധനയുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് അറിയിപ്പൊന്നും ലഭിച്ചിട്ടില്ല, തങ്ങളുടെ സഹായമൊന്നും ഈ ആവശ്യപ്പെട്ടിട്ടില്ല ED എന്നാണ് പോലീസ് എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയുന്നത്. 7:15 തുടങ്ങിയ പരിശോധന ഇപ്പോഴും പുരോഗമിക്കുന്നു. 1 മണിക്കൂറോളമായി നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങളനുസരിച്ച് വീടിനുള്ളിൽ രേഖകളും മറ്റുമാണ് ED സംഘം നിലവിൽ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. പത്മകുമാർ അറസ്റ്റിലായി ദിവസങ്ങൾക്ക് ശേഷം SIT സംഘം വീട്ടിൽ പരിശോധന നടത്തിയിരുന്നു. അന്നത്തെ പരിശോധന 17 മണിക്കൂറോളമാണ് നീണ്ടത്. അന്ന് വിശദമായി പത്മകുമാറിന്റെ വീട്ടിലെ മുഴുവൻ ബാങ്ക് രേഖകൾ ഉൾപ്പെടെ മുഴുവൻ രേഖകളും SIT സംഘം പരിശോധിക്കുകയും ചില രേഖകൾ കൊണ്ടുപോവുകയൊക്കെ ചെയ്തിരുന്നു. എന്തായാലും ഇനി ബാക്കിയുള്ള രേഖകളായിരിക്കും EDക്ക് പരിശോധിക്കാൻ കിട്ടുക. ED പരിശോധന എത്ര മണിക്കൂർ നീളുമെന്ന കാര്യത്തിൽ ഒരു വ്യക്തതയുമില്ല. കാരണം ഈ ശബരിമല സ്വർണ്ണക്കുളവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന വ്യാപകമായിട്ടുള്ള ഒരു പരിശോധനയാണ് ED സംഘം നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ കേന്ദ്രങ്ങളിലും ഈ കേസുമായി ബന്ധപ്പെട്ട എല്ലാ കേന്ദ്രങ്ങളിലും EDയുടെ ഒരു പരിശോധനയുണ്ട്. അക്കൂട്ടത്തിൽ തന്നെയാണ് പത്തനംതിട്ടയിൽ ആറന്മുളയിൽ പത്മകുമാറിന്റെ വീട്ടിലും ഈ ഒരു പരിശോധന നിലവിൽ പുരോഗമിക്കുന്നു. ഈ പരിശോധന CPMനെ സംബന്ധിച്ച് ഡോക്ടർ അരുൺ വലിയ പ്രതിസന്ധിയാണ്. കാരണം പത്മകുമാർ ഇപ്പോഴും CPMന്റെ ജില്ലാ കമ്മിറ്റി അംഗമാണ്, ജില്ലയിലെ ഏറ്റവും മുതിർന്ന നേതാവാണ്. അദ്ദേഹത്തിനെതിരെ ഒരു തരത്തിലുള്ള നടപടിയും പാർട്ടി എടുത്തിട്ടില്ല. ഈ ED സംഘം കൂടി പത്മകുമാറിന്റെ വീട്ടിലെത്തുമ്പോൾ അത് പത്മകുമാറിനെ സംബന്ധിച്ചത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കും. ഒപ്പം തന്നെ പാർട്ടിയെ സംബന്ധിച്ചും എങ്ങനെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ വരാനുള്ളൊരു സാഹചര്യത്തിൽ എങ്ങനെ ഇതിനെയൊക്കെ പ്രതിരോധിക്കുമെന്ന ഒരു പ്രതിസന്ധി ജില്ലയിലെ പാർട്ടിക്കുണ്ട്. കാരണം പാർട്ടിയിൽ ഒരു വിഭാഗം പത്മകുമാറിനെ പുറത്താക്കണമെന്ന ആവശ്യം ഈ അറസ്റ്റ് ചെയ്ത ഘട്ടത്തിൽ തന്നെ ഉയർത്തിയതാണ്. അന്ന് ജില്ലാ സെക്രട്ടേറിയറ്റ് കൂടിയ ഘട്ടത്തിലൊക്കെ തന്നെ ഒരു വിഭാഗം നേതാക്കൾ ഇക്കാര്യം അറിയിച്ചു. അത് ജില്ലാ ഘടകം സംസ്ഥാന ഘടകത്തെയും അറിയിച്ചതാണ്. പക്ഷേ അന്ന് പ്രത്യേകിച്ച് നടപടി വേണ്ട, കുറ്റപത്രം ഉൾപ്പെടെ വരട്ടെ എന്നൊരു തീരുമാനത്തിലേക്കാണ് എത്തിയത്. എന്തായാലും തിരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുമ്പോൾ ഇങ്ങനെ ED സംഘം വീടുകളിൽ കയറി ഇറങ്ങുമ്പോൾ ഇനി പാർട്ടി നിലപാട് അറിയേണ്ടതുണ്ട്. എന്തായാലും SITയുടെ പരിശോധനയ്ക്ക് പിന്നാലെ ED വരുമ്പോൾ എന്തൊക്കെ രേഖകൾ കാര്യത്തിൽ ജയശങ്കറിലേക്ക് തിരിച്ചു വരാം.